UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമിതികളുടെയും രാജ്യാന്തര കോടതിയുടെയും മുന്നറിയിപ്പുകൾ ഒരു വശത്ത്, ഉറ്റ സഖ്യരാജ്യം അമേരിക്ക ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദവുമായി പിന്നാലെ. എല്ലാം അവഗണിച്ച് റഫേലും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ഗസയിലെ കൂട്ടക്കുരുതിക്ക് ശേഷമാണ് അതിർത്തി പ്രദേശവും നിയന്ത്രണത്തിലാക്കി ഇസ്രായേൽ നരഹത്യ തുടരുന്നത്. ഗസ ആക്രമണത്തെ തുടർന്ന് റഫേൽ അഭയാർത്ഥികളായി എത്തിയ ലക്ഷങ്ങൾ ഇപ്പോൾ അവിടെയും രക്ഷയില്ലാതെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂട്ടപലായനം നടത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം റഫ വിട്ട ഗസ അഭയാർത്ഥികളുടെ എണ്ണം 8 ലക്ഷം കടന്നെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന കൂട്ടക്കൊലയുടെയും കൂട്ടപലായനത്തിന്റെയും കാഴ്ചകൾക്കിടയിൽ റഫേലെ വീട് ഉപേക്ഷിച്ചു പോയ ഒരു ഗൃഹനാഥന്റെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇസ്രായേൽ സൈന്യത്തോട് പോരാടി നിൽക്കുന്ന പോരാളികളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രതീക്ഷകളും നിറഞ്ഞതാണ് കുറിപ്പ്. പോരാളികൾക്ക് കഴിക്കാനായി വീട്ടിൽ അല്പം ഭക്ഷണവും ബാക്കി വെച്ചാണ് കുട്ടികളെയും കുടുംബത്തെയും കൂട്ടി അദ്ദേഹം സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പുറപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തെ കാത്തിരിക്കുന്ന വിനാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ആ കുറിപ്പിലുണ്ട്. ഒരു ദിവസം തങ്ങൾ മടങ്ങി വരുമെന്നും നഷ്ടപ്പെട്ടതെല്ലാം പുനർനിർമ്മിക്കുമെന്നുമുള്ള പ്രത്യാശയും പങ്കുവെച്ചാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പോരാളികളെ, ഈ വീട് നിങ്ങളുടേതാണ്. നിങ്ങളാണിനി ഈ വീടിന്റെ മേൽനോട്ടക്കാർ. അല്പം ഭക്ഷണം ഇവിടെ നിങ്ങൾക്കായി ബാക്കി വെച്ചിട്ടുണ്ട്. പോരാളികളെ, നിങ്ങൾക്ക് ആരോഗ്യവും ക്ഷേമവും നേരുന്നു. ഇനി പന്നിയുടെ മക്കളോട് പറയാനുള്ളത്, നിങ്ങളെയും കുടുംബങ്ങളെയും കാത്തിരിക്കുന്നത് മരണമാണ്. നിങ്ങളുടെ തൊട്ടരികെ തന്നെയുണ്ട് മരണം. കുടിയിറക്കപ്പെട്ടെങ്കിലും മടങ്ങി വരും ഞങ്ങൾ. എല്ലാം പുനർനിർമ്മിക്കും. പോരാട്ടം തുടരും. ഇങ്ങനെയാണ് കുറിപ്പിലെ വരികൾ. കൊടും ക്രൂരതകൾക്കിടയിലും തളരാത്ത പോരാട്ട വീര്യവും വരാൻ പോകുന്ന നല്ലൊരു പുലരിയെക്കുറിച്ചുള്ള ഉറച്ച ആത്മവിശ്വാസവും പങ്കുവയ്ക്കുക കൂടിയാണ് ഈ വൈറൽ കുറിപ്പ് ചെയ്യുന്നത്. ഹമാസ് പോരാളികൾക്കുള്ള പ്രാർത്ഥനയും പ്രതീക്ഷകളുമുണ്ട് അതിൽ. ഇസ്രായേൽ നരാധമർക്കുള്ള മുന്നറിയിപ്പും കൂടി എഴുതിവെച്ചാണ് ആ ലഘുക്കുറിപ്പ് അവസാനിക്കുന്നത്. അതിനിടെ റഫേൽ സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടതിനു ശേഷവും പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. റഫേലെ ഷബൂറ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ തീവ്രത കാരണം രക്ഷാപ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെട്ടെന്നാണ് സന്നദ്ധ പ്രവർത്തകരെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് റഫ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടത്. ഗസയിലെ ഇസ്രായേൽ അധിനിവേശം തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിൽ വിധി പറയുകയായിരുന്നു കോടതി. പലസ്തീൻ ജനതയെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം. 8 ലക്ഷത്തിലേറെ പലസ്തീനികൾ അഭയാർത്ഥികളായി മാറിയിരിക്കുകയാണ്. റഫ ആക്രമണം പലസ്തീനികളുടെ സ്ഥിതി കൂടുതൽ പരിതാപകരമാക്കി. കരയാക്രമണം കാരണം അഭയാർത്ഥികളാകുന്നവരുടെ എണ്ണം ഇനിയും ഉയരുമെന്നെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് വന്നത്. റഫേലെ ആക്രമണം സിവിലിയൻ കൂട്ടക്കുരുതിക്ക് ആക്കം കൂട്ടുകയാണെന്നും കോടതി പറഞ്ഞു. UN വംശഹത്യാ ചട്ടപ്രകാരം റഫ ആക്രമണം പൂർണ്ണ തകർച്ചയിലേക്കാവും കാര്യങ്ങൾ എത്തിക്കുക. ഗസയിലെ ദുരന്തപൂർണമായ അവസ്ഥ മുൻനിർത്തി നേരത്തെ പുറപ്പെടുവിച്ച കോടതി ഉത്തരവ് ഇസ്രായേൽ നടപ്പാക്കണമെന്നും ബന്ദികളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഫേലെ ഇസ്രായേൽ അധിനിവേശം തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹർജി നൽകിയത്. ജനസാന്ദ്രതയേറിയ റഫേൽ അധിനിവേശം നടത്തുന്നത് സാധാരണക്കാരുടെ കൂട്ടമരണത്തിന് ഇടയാക്കുമെന്നും ഇസ്രായേലിന് തടയണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. നേരത്തെ ഇസ്രായേലിനെതിരെ വംശഹത്യ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നൽകിയതും ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഏക പലസ്തീൻ അതിർത്തിയായിരുന്നു ഈജിപ്തിനോട് ചേർന്നുള്ള റഫ. പലസ്തീനികൾക്ക് പുറം ലോകത്തേക്കുള്ള ഏക ഗതാഗത മാർഗം കൂടിയായിരുന്നു ഇത്. ഇവിടെയാണിപ്പോൾ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കി ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. റഫയുടെ കിഴക്കൻ മേഖലയിലേക്ക് കൂടുതൽ യുദ്ധ ടാങ്കുകൾ അയക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ ഇസ്രായേൽ. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം 8 ലക്ഷത്തോളം പലസ്തീനികളാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തതെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം UN മുന്നറിയിപ്പ് നൽകിയിരുന്നു.